ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പർച്ചേസ് കൺസിഡറേഷനെ കുറിച്ചായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ 5 പർച്ചേസ് കൺസിഡറേഷൻ ഉള്ളതിൽ 2 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. ക്യാഷ് കൺസിഡറേഷനും ഷെയർ കൺസിഡറേഷനും ഇതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും ചെയ്തു. സോ നെക്സ്റ്റ് 3 ടൈപ്പ് ഓഫ് കൺസിഡറേഷനും കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് പഠിക്കാനുള്ളതാണ് ഡെഫേർഡ് കൺസിഡറേഷൻ എന്നുള്ളത്. സോ ഡെഫർ ചെയ്യുക എന്ന് പറയുന്ന ടേം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കില്ല കേൾക്കുന്നത്. ഡെഫർ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? പിന്നീട് കൊടുക്കാം, ഭാവിയിൽ കൊടുക്കുന്നതിനാണ് നമ്മൾ ഡെഫർ ചെയ്യാന്ന് പറയാം. സോ ഡെഫേർഡ് കൺസിഡറേഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ടൈം ലൈൻ വരച്ച് കാണിച്ചു തരാം. ലെറ്റ്സ് സേ നമ്മൾ അക്വയർ ചെയ്യുന്നത് 2016 നമ്മൾ 2016 അക്വയർ ചെയ്യുന്നത്. 2017, 2018. സോ നമ്മൾ പറയാണ്, എടാ ഞാൻ 20 million ആണ് മൊത്തം നിന്നെ അക്വയർ ചെയ്യുന്നത്. നമ്മൾ സബ്സിഡറിനോട് പാരന്റ് പറയാണ്, ഞാൻ 20 million ആണ് മൊത്തം അക്വയർ ചെയ്യുന്നത്. 20 million ആണല്ലോ തരാനുള്ളത്, ഒരു 10 million ഇപ്പം തരാം. 10 million ഞാൻ ഇപ്പം തരാം, ബാക്കി 10 million 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തരാം. ഡെഫർ ചെയ്യാന്ന് നമ്മൾ പറയാം. ഡെഫേർഡ് കൺസിഡറേഷൻ, ഭാവിയിൽ തരാം എന്നാണ് പറയാം. സോ ബാക്കി 10 million 2018 തരാം. അതാണ് ഡെഫേർഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്, ഭാവിയിൽ തരാം എന്ന് പറയുന്നത്. സോ ഇത് കേൾക്കുമ്പോൾ ഇതിപ്പോൾ എന്താ കോംപ്ലിസിറ്റി എന്താ ഉള്ളത്, ഭയങ്കര എളുപ്പമല്ലേ ചിന്തിക്കും. പക്ഷേ എപ്പോഴൊക്കെ ഒരു വർഷത്തിനപ്പുറം കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് വരുമ്പം അവിടെ എന്ത് കയറി വരും? ടൈം വാല്യൂ ഫോർ മണി കയറി വരും. ടൈം വാല്യൂ ഫോർ മണി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഡിസ്കൗണ്ട് ചെയ്യണം, പിന്നെ അല്ലെങ്കിൽ കോമ്പൗണ്ട് ചെയ്യണം. അങ്ങനെ കുറച്ച് ഇംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അത് മൂവിങ് ഫോർവേഡ് ഒരു ക്വസ്റ്റ്യനിലൂടെ ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡെഫർ ചെയ്യുന്നതിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഭാവിയിൽ പേയ്മെൻറ്റ് കൊടുക്കുന്നതിനാണ് നമ്മൾ ഡെഫർ ചെയ്യാന്ന് പറയുക, ഡെഫേർഡ് കൺസിഡറേഷൻ. സോ നമ്മൾ 2016 വാങ്ങുമ്പോൾ പറയും 2018 പൈസ തരാട്ടോ എന്ന് പറയുന്നതിനാണ് ഡെഫേർഡ് കൺസിഡറേഷൻ എന്ന് പറയാം. സോ മൂന്നാമത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് മൂന്നുമാണ് FA സിലബസിൽ നമുക്ക് മെയിൻലി പഠിക്കാനുള്ളത്. ഡെഫേർഡ് കൺസിഡറേഷൻ യൂഷ്വലി ക്വസ്റ്റ്യൻ അയച്ച് ചോദിക്കൽ കുറവാണ്. ആദ്യത്തെ 2 ക്യാഷ് കൺസിഡറേഷനും ഷെയർ കൺസിഡറേഷനാണ് FAയിൽ ചോദിക്കാറ്. പക്ഷേ ഡെഫേർഡ് കൺസിഡറേഷൻ ഉണ്ട് എന്ന് അവർ തിയററ്റിക്കലി പറഞ്ഞു വെക്കുന്നുണ്ട്. സോ ഇത് മൂന്നും ഡീറ്റെയിൽ ആയിട്ട് FA സ്റ്റുഡൻസ് പഠിക്കാം. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു FR നിങ്ങൾക്ക് 2 കാര്യങ്ങളോട് അഡീഷണലി പഠിക്കാനുണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ കണ്ടിൻജന്റ് കൺസിഡറേഷൻ. കണ്ടിൻജന്റ് കൺസിഡറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ആദ്യം സിംപ്ലി പറഞ്ഞുതരാം. ഒരു കണ്ടീഷൻ പ്രസന്റ് ആയിരിക്കും, ആൻഡ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് കൊടുക്കും, ചെയ്തിട്ടില്ലെങ്കിൽ പേയ്മെന്റ് തരില്ല എന്നുള്ള രീതിയിൽ. അത് എന്തിനാണ് ഇവർ എന്താ പറയുക ഇതിൽ അപ്ലൈ ചെയ്യുന്നത് എന്നും ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നും പറഞ്ഞുതരാം. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. അവർ പറയുന്നത് മൊത്തം 20 million ആണ് ഞാൻ തരാൻ ഉദ്ദേശിക്കുന്നത്. 10 million ഞാൻ എന്ത് ചെയ്യാം? ഇപ്പം തരാം. ബാക്കി 10 million 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ തരാം. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ എക്സിസ്റ്റിംഗ് ആണ്. അത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ കമ്പനി നമ്മൾ അക്വയർ ചെയ്യാൻ പോകുന്ന കമ്പനി കഴിഞ്ഞ 2 വർഷമായിട്ട് അവരുടെ സെയിൽസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് 30% ആണ്. സോ അവരുടെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് ലെറ്റ്സ് സേ 30% ആണ്. ഇത് ഇവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ആൻഡ് വൺസ് നമ്മൾ അക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ ആദ്യത്തെ ഓണേഴ്സ് അല്ലെങ്കിൽ അവിടുത്തെ ആദ്യത്തെ ലൈക്ക് ഫൗണ്ടേഴ്സും കാര്യങ്ങൾക്ക് ആവശ്യത്തിന് പൈസ കിട്ടിക്കഴിയും. അവർക്ക് ആവശ്യത്തിന് പൈസ കിട്ടിയാൽ പിന്നെ അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവില്ല, നല്ല രീതിയിൽ വർക്ക് ചെയ്യണമെന്നില്ല. അവർ ഭയങ്കര എഫേർട്ട് ഇട്ട് ഈ കമ്പനി അടിപൊളിയാക്കി നമ്മൾ പോയി വാങ്ങിയ സമയം അവരെന്ത് ചെയ്യും? പിന്നെ വർക്ക് ചെയ്യില്ല. അവർക്ക് കിട്ടേണ്ട പൈസ കിട്ടിയല്ലോ. അപ്പോൾ അവർ ചിന്തിക്കുക ഇപ്പം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ അവർ ഉഴപ്പാൻ തുടങ്ങും. അങ്ങനെ അവർ ഉഴപ്പാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയവരെന്ത് ചെയ്യും? നമുക്ക് വാങ്ങിയവർക്ക് നഷ്ടമായി മാറും. അവരുടെ ഗ്രോത്തും സെയിൽസ് ഒക്കെ കുറഞ്ഞ് നമുക്ക് നഷ്ടമായി മാറും. നമ്മൾ ഈ ഗ്രോത്തിൻ്റെയും അല്ലെങ്കിൽ അവരുടെ 30% പ്രോഫിറ്റ് ഒക്കെ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ പ്രോഫിറ്റ് മാർജിനൊക്കെ കണ്ടിട്ടായിരിക്കും കമ്പനീനെ വാങ്ങിയിട്ടുണ്ടാവുക. പക്ഷെ വൺസ് നമ്മൾ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അണ്ടർ പെർഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളൊരു കണ്ടീഷൻ വെക്കും, ഞാനിപ്പം വാങ്ങാം, 2016 ഞാൻ വാങ്ങാം, പകുതി പേയ്മെൻറ്റ് ഇപ്പം തരാം. പക്ഷേ ബാക്കി പകുതി പേയ്മെൻറ്റ് കണ്ടീഷനിലാണ്. നിങ്ങൾ അടുത്ത 2 വർഷം നിങ്ങൾ ഇതേ കമ്പനിയെ ഓടിച്ചിട്ട് ഇങ്ങനെ പോയി ഇതേ ഗ്രോത്ത്, ഇപ്പോൾ 30% ഇല്ലേ, ഈ 30% ഗ്രോത്ത് അടുത്ത 2 വർഷം നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പൈസ തരാം. സോ അവിടെ ഒരു കണ്ടീഷൻ എക്സിസ്റ്റിംഗ് ആണ്. ആ 30% പ്രോഫിറ്റ് മാർജിൻ അതേപോലെ കീപ്പ് ചെയ്യണം. അത് എക്സിസ്റ്റിംഗ് ആണെങ്കിൽ മാത്രമേ ഞാൻ ക്യാഷ് തരുള്ളൂ. അതാണ് കണ്ടിൻജന്റ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. ഒരു കണ്ടീഷൻ പ്രസന്റ് ആയിരിക്കും, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? ക്യാഷ് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കില്ല. അപ്പോൾ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് മനസ്സിലായോ? നമ്മൾ ആദ്യം എന്താ പറയുക പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്ത് പാരന്റ് സബ്സിഡറിക്ക് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സബ്സിഡറിത്തെ ആൾക്കാർ അണ്ടർ പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം അവർക്ക് ആവശ്യത്തിന് പൈസ കിട്ടിയല്ലോ, പിന്നെ അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ഒരു നിർബന്ധമില്ല. സോ ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇനിയും തുടർന്നും ഇതേ എന്താ പറയുക ലൈക്ക് എനർജിയോട് കൂടി വർക്ക് ചെയ്ത് ഈ കമ്പനീനെ വീണ്ടും ഗ്രോത്തിലേക്ക് എത്തിക്കണം എന്നുള്ളതുകൊണ്ട് നമ്മൾ പറയും നിങ്ങൾ 2 വർഷം കൂടി കമ്പനി ഓടിച്ചോ. ഈ 2 വർഷം കൂടി ഓടിച്ചിട്ട് ഞാൻ പറയുന്ന ഈ പെർസെൻറ്റേജ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്താൽ ബാക്കിയുള്ള പേയ്മെൻറ്റ് തരാം. അതുകൊണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് എന്ത് ചെയ്യില്ല? അണ്ടർ പെർഫോം ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കണ്ടീഷണൽ കൺസിഡറേഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കീപ്പ് ചെയ്യുന്നത്. സോ ക്യാഷ് കൺസിഡറേഷൻ, ഷെയർ കൺസിഡറേഷൻ, ഡെഫേർഡ് കൺസിഡറേഷൻ ആൻഡ് കണ്ടിൻജന്റ് കൺസിഡറേഷൻ, ഈ 4 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതാ ഒന്നുകൂടി ഇവിടെ പറയുകയാണെങ്കിൽ, ഇഫ് ദ കണ്ടീഷൻസ് ആർ മെറ്റ് ഇൻ ഫ്യൂച്ചർ വി പേ ദ ക്യാഷ്. ആ കണ്ടീഷൻ മീറ്റ് ചെയ്താൽ നമ്മൾ ക്യാഷ് കൊടുക്കും എന്നുള്ളത്. ആൻഡ്
നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് നോക്കാനുള്ളത് ലോൺ നോട്ട് കൺസിഡറേഷൻ എന്നുള്ളതാണ്. ലോൺ നോട്ട് കൺസിഡറേഷൻ എന്നുള്ളത് അതായത് നമ്മളൊരു ലോൺ കൊടുക്കുന്ന പോലെയാണ്. ലോൺ നോട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, നോർമൽ ലോൺ പോലെ തന്നെയാണ്. പക്ഷേ ലോൺ നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് ക്യാഷ് വേണം. ക്യാഷ് വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക, ചെറിയ ചെറിയ പേപ്പേഴ്സിൽ നമ്മുടെ കമ്പനീൻ്റെ സീലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ തോതിൽ, അതായത് $100 വാല്യൂ ഉള്ള ലോൺ നോട്ട്സ് എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാർക്ക് കൊടുക്കും. പകരം നമ്മൾ ക്യാഷ് വാങ്ങും, 5 വർഷം അല്ലെങ്കിൽ ഒരു 10 year വെക്കും. ഇത്ര വർഷം കഴിഞ്ഞിട്ട് അവർ ആ പേപ്പർ, ആ ലോൺ നോട്ട് തിരിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ക്യാഷ് തിരിച്ച് കൊടുക്കുന്ന രീതിയിലാണ് നോർമലി ലോൺ നോട്ട്സ് വർക്ക് ചെയ്യുക. ഇനി കൺസോൾട്ടേഷനിൽ എങ്ങനെയാണ് ഒരു ലോൺ നോട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പാരൻ്റ് ഉണ്ട്, ഒരു സബ്സിഡറി ഉണ്ട്. ഒരു പാരൻ്റ് ഉണ്ട്, ഒരു സബ്സിഡറി ഉണ്ട്. സോ പാരൻറ്റിന് സബ്സിഡറിനെ പർച്ചേസ് ചെയ്യണം. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പാരൻറ്റിൻ്റെ കയ്യിൽ ഇപ്പം ക്യാഷ് ഇല്ല, അവരുടെ കയ്യിൽ കൊടുക്കാൻ ഇപ്പം ക്യാഷ് ഇല്ല. അപ്പോൾ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ലോൺ നോട്ട് ഇഷ്യൂ ചെയ്യും. ഇതാണ് ലോൺ നോട്ട്. സോ ഈ ലോൺ നോട്ട്സ് ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യും, സബ്സിഡറിക്ക് കൊടുക്കും. സോ ലോൺ നോട്ട്സ് ഇഷ്യൂ ചെയ്ത് സബ്സിഡറിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോൺ നോട്ടിന് ഒരു 10 year ഉണ്ടാവും, ഒരു പീരീഡ് ഉണ്ടാവും. ലെറ്റ്സ് സേ ഒരു 5 years അല്ലെങ്കിൽ 3 years അല്ലെങ്കിൽ 4 years, അങ്ങനെ 4 years ആണ് എസ്റ്റിമേറ്റ് ചെയ്യാം. സോ 4 years കഴിഞ്ഞിട്ട് ഇവർ ഈ ലോൺ നോട്ട്, ഈ സബ്സിഡറി ഓണേഴ്സ് ഈ ലോൺ നോട്ടും കൊണ്ട് നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കും. സോ ഒരു ലോൺ നോട്ടിൻ്റെ വാല്യൂ ലെറ്റ്സ് സേ $100 ആണെങ്കിൽ അവർ തരുന്ന ഓരോ ലോൺ നോട്ടിനും നമ്മൾ $100 വെച്ച് തിരിച്ചു കൊടുക്കും. ഇനി പ്രീമിയത്തിലാണെങ്കിൽ പ്രീമിയം നമ്മൾ കൊടുക്കും, ഇപ്പം 105 അല്ലെങ്കിൽ 110 കൊടുക്കും. അങ്ങനെ ക്യാഷ് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഇവരുടെ കേസിൽ എന്താണ്, പാരന്റിന് ആസ് ഓഫ് നൗ ക്യാഷ് ഇല്ല. അപ്പോൾ ഇവർ തൽക്കാലം ലോൺ നോട്ട് കൊടുക്കും. ഒരു 3 വർഷം കഴിഞ്ഞിട്ട് അവർ ആ ലോൺ നോട്ടും കൊണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ക്യാഷ് കൊടുത്താൽ മതി. സോ ഇവർക്ക് 3 വർഷം ടൈം കിട്ടും, ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ 3 വർഷം ടൈം കിട്ടും. എന്നിട്ട് പേയ്മെൻറ്റ് കൊടുത്താൽ മതി. അപ്പോൾ ലോൺ നോട്ട് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നും, എന്താ ഈ ലോൺ നോട്ടും അതേപോലെ തന്നെ ഡെഫേർഡ് കൺസിഡറേഷൻ നമ്മളെ വ്യത്യാസം? കണ്ടിജന്റ് കൺസിഡറേഷൻ എന്ന് വെച്ചാൽ ഒരു കണ്ടീഷൻ വേണം, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഇവിടെ ലോൺ നോട്ട് ആയിക്കോട്ടെ അതേപോലെ ഡെഫേർഡ് കൺസിഡറേഷൻ ആയിക്കോട്ടെ ഭാവിയിലാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഇനി ഇത് തമ്മിൽ ഡിഫറൻസ് പറഞ്ഞുതരാം. ലോൺ നോട്ട് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫോർമലാണ്, അതായത് നമ്മുടെ സീലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്താണ് ലീഗലി കൊടുക്കുന്ന ലോൺ നോട്ട്സ് ഉണ്ട്, അവർക്ക് സ്യൂ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമായിരിക്കും. അതേസമയം ഡെഫേർഡ് കൺസിഡറേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു എഗ്രിമെൻറ്റ് മാത്രമാണ്, ഞാൻ ഭാവിയിൽ പൈസ തരാട്ടോ എന്ന് പറഞ്ഞ ഒരു എഗ്രിമെൻ്റ് ആണ്. മറ്റേത് ഒരു പ്രോപ്പർ എന്താ പറയുക സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ലോൺ നോട്ടിൽ എഴുതിയിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഒന്നാമത്തെ ഡിഫറൻസ്. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലോൺ നോട്ടിൻ്റെ കൂടെ ഇൻട്രസ്റ്റും കയറി വരും. എപ്പോഴൊക്കെ ലോൺ നോട്ട് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അതിൽ ഇംപ്ലൈഡ് ആയിട്ടുള്ള ലോൺ ലൈക്ക് ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ്, ഫോർ എക്സാമ്പിൾ പറയുന്നത് ഇഫക്റ്റീവ് പെർസെൻറ്റേജ് നമ്മൾ പറയും. ഇപ്പം ഈ കേസിൽ അവർ പറയാണ് ഓരോ ലോൺ നോട്ടിനും ഒരു 7% ഇൻട്രസ്റ്റ് ഞാൻ വർഷാവർഷം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ $100 അവർ തരുന്ന സമയത്ത് കൊടുക്കുന്നതിന് പുറമെ ഓരോ വർഷവും 7% ഇൻട്രസ്റ്റ് വെച്ചിട്ട് ഓരോ ലോൺ നോട്ടും നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കണം. സോ ലോൺ നോട്ടും ഉണ്ട്, അതേപോലെ തന്നെ ഡെഫേർഡ് കൺസിഡറേഷനും ഉണ്ട്. ഇത് തമ്മിലുള്ള സ്ലൈറ്റ് ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കണം. ലാസ്റ്റ് ഒന്ന് സമ്മപ്പ് ചെയ്യുന്നതാണെങ്കിൽ 5 ഉണ്ട്: ക്യാഷ് കൺസിഡറേഷൻ, ഷെയർ കൺസിഡറേഷൻ, ഡെഫേർഡ് കൺസിഡറേഷൻ, കണ്ടിൻജന്റ് കൺസിഡറേഷൻ ആൻഡ് ഫൈനലി ലോൺ നോട്ട് കൺസിഡറേഷൻ. ഈ 5 ടൈപ്പ് ഓഫ് കൺസിഡറേഷൻ ആണ് നിങ്ങൾക്ക് ഹോൾ FR സിലബസിൽ പഠിക്കാനുള്ളത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് തിയറിറ്റിക്കലി മനസ്സിലാക്കുക. ഇനി ന്യൂമറിക്കൽ ആസ്പെക്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് എങ്ങനെ ലൈക്ക് ഇംപ്ലിക്കേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് അപ്കമിങ് വീഡിയോസിൽ ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെ പഠിക്കാം. സോ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ എവിടെ നിന്നാണ് പർച്ചേസ് കൺസിഡറേഷനിലേക്ക് വന്നത്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് ഗുഡ്വില്ലാണ്. ആ ഗുഡ്വില്ലത്തെ ഫസ്റ്റത്തെ വേർഡായിരുന്നു പർച്ചേസ് കൺസിഡറേഷൻ എന്നുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ വഴിമാറിപ്പോയി 5 ടൈപ്പ് ഓഫ് കൺസിഡറേഷൻസ് ഉണ്ട് എന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ഗുഡ്വിൽ കാൽക്കുലേഷനിലേക്ക് തിരിച്ചു വരാം. സോ നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ പെയ്ഡ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഈ ഗുഡ്വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കമ്പനി സബ്സിഡറി കമ്പനീൻ്റെ പെർസ്പെക്റ്റീവിൽ ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഞാൻ 80% ആണ്, ഞാനാണ് പാരന്റ്, ഞാൻ 80% ആണ് അക്വയർ ചെയ്യുന്നതെന്ന് അസ്യൂം ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ കേസിൽ തന്നെ എടുക്കാം, ഞാൻ 18% ആണ് അക്വയർ ചെയ്തത്, ഈ സബ്സിഡറി കമ്പനീൻ്റെ 80%. സോ ഇതാണ് സബ്സിഡറി കമ്പനീൻ്റെ മൊത്തം ഷെയർസ്. ഇതിൻ്റെ ഒരു 80% ഞാൻ അക്വയർ ചെയ്തു. ബാക്കി 20% ആരുടെ കയ്യിലാണ്? ബാക്കി 20% NCIൻ്റെ കയ്യിലാണ്. സോ ഇത് ഞാനാണ് പാരന്റ് ആൻഡ് ഇത് NCI ആണ്, NCI. സോ 20% ഇവിടെ 80%. ഈ ഡിഫറൻസ് എല്ലാവർക്കും അറിയായിരിക്കും. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ പർച്ചേസ് കൺസിഡറേഷനായിട്ട് കൊടുത്തത് ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇപ്പം ലെറ്റ്സ് സേ ഒരു 1 lakh അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാം ഒരു 115 million ആണ്. 115 million ആണ് ഞാൻ എന്ത് ചെയ്തത് കൊടുത്തത്. 115 million ആണ് ഞാൻ പർച്ചേസ് കൺസിഡറേഷനായിട്ട് കൊടുത്തത്. സോ
ഈ 80% അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 150 കൊടുത്തു. ഇതേപോലെ ബാക്കി 20 അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് കൊടുത്തിട്ടുണ്ടാവും? NCI ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. NCIക്ക് അവർ വെറുതെ കൊടുത്തതായിരിക്കില്ലല്ലോ, NCIയും ഒരു വാല്യൂ കൊടുത്തിട്ടായിരിക്കും ആ ഷെയർസ് ഇതിന് മുൻപ് അക്വയർ ചെയ്തത്. സോ നമ്മൾ അക്വയർ ചെയ്യുന്ന ഡേറ്റിൽ NCI എത്ര വാല്യൂലാണ് ഉള്ളത് എന്ന് നമ്മൾ നോക്കണം. അതായത് ബാക്കി 20% ഹോൾഡ് ചെയ്യുന്ന NCIൻ്റെ ഫെയർ വാല്യൂ എത്രയാണെന്ന് വേണം നമ്മൾ നോക്കാൻ. സോ 80% അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 150 മില്യൺ എന്ത് ചെയ്തിട്ടുണ്ട്, മൊത്തമായിട്ട് പാസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 20% അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എത്ര കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളതാണ് നമ്മളെ ചോദ്യം. സോ അത് നമുക്ക് ക്വസ്റ്റ്യനിലൂടെ കണ്ടെത്താൻ സാധിക്കും. നോർമലി ക്വസ്റ്റ്യൻസിൽ ഡയറക്റ്റ്ലി ഗിവൺ ആയിരിക്കും FAയിൽ. ഇനി അതല്ല, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിലും അത്ര കോംപ്ലിസിറ്റി ഒന്നുമില്ല, സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു കേസിൽ ഞാൻ അസ്യൂം ചെയ്യാണ് $15 ആണ്. സോ $15 മില്യൺ ആണ് എന്ത്, NCIൻ്റെ അക്വിസിഷൻ ഡേറ്റുള്ള ഫെയർ വാല്യൂ. അപ്പം നമ്മൾ അക്വയർ ചെയ്യുന്ന ദിവസം നിങ്ങൾ മനസ്സിലാക്കാം, അക്വയർ ചെയ്യുന്ന ദിവസം 80% വാല്യൂ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാരന്റ് എന്ന നിലയിൽ ഞാൻ 115 മില്യൺ കൊടുത്തു. ഇതേപോലെ ബാക്കി 20% അക്വയർ ചെയ്തതിന് ഇതിന് മുമ്പ് ഫെയർ NCI കൊടുത്തത് എത്രയാണ്? NCI കൊടുത്തത് 20% അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് 15 മില്യൺ ആണ്. സോ നമ്മൾ രണ്ടാളും കൂടി കമ്പൈൻ ചെയ്തിട്ട്, പാരന്റും NCIയും കൂടി കമ്പൈൻ ചെയ്തിട്ട് 100% ഈ സബ്സിഡറിനെ മൊത്തമായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത വാല്യൂ എത്രയാണ്? 200 മില്യൺ ആണ്. 150 + 50 കമ്പൈൻ ചെയ്തിട്ട് 200 മില്യൺ വാല്യൂ കൊടുത്തിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ഈ കമ്പനീനെ അക്വയർ ചെയ്തത്. ഇനി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, വർക്കിംഗ് നോട്ട് നമ്പർ 2ലേക്ക് തിരിച്ചു പോവാം. വർക്കിംഗ് നോട്ട് നമ്പർ 2ൽ നെറ്റ് അസെറ്റ്സ് ഓഫ് സബ്സിഡറി അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ, നമ്മൾ അക്വയർ ചെയ്യുന്ന ദിവസത്തിൽ NCIൻ്റെ വാല്യൂ ഉണ്ടായിരുന്നു, സോറി NCIൻ്റെ അല്ല, നെറ്റ് അസെറ്റ്സ് ഓഫ് സബ്സിഡറിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നു അസ്യൂം ചെയ്യാം. സോ ഈ ഫിഗർ ഉണ്ടല്ലോ 34,000 എന്നുള്ളത്, ഇത് ഞാൻ നേരത്തെ എക്സാമിന് വേണ്ടി എടുത്തതായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു ഫിഗർ ഉണ്ടാവും. സോ ഈ കേസിൽ പാരന്റ് 80% ആണ് ഹോൾഡ് ചെയ്യുന്നത്. സോ ഈ 80% ഹോൾഡിങ്സിന് വേണ്ടിയിട്ട് അവരെന്തെങ്കിലും വാല്യൂ പാസ് ചെയ്യുന്നുണ്ടാവും, പർച്ചേസ് കൺസിഡറേഷൻ ആയിട്ട് അവരൊരു വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. അത് എത്രയാണെന്ന് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അതായിരുന്നു നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഫുൾ 5 ടൈപ്പ് ഓഫ് കൺസിഡറേഷൻ ഉണ്ട്, ഇതിൻ്റെ ടോട്ടൽ വേണം എടുക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ റാൻഡംലി ഞാൻ അസ്യൂം ചെയ്യാണ്, ഞാൻ കൊടുത്തിട്ടുള്ളത് ലെറ്റ്സ് സേ ഒരു 14 lakhs ആണ്, അല്ലെങ്കിൽ 14,000 ഇടാം. ഓക്കെ, സിമ്പിളായിട്ട് പറയാൻ വേണ്ടിയിട്ട് 14,000 ആണ് ഞാൻ എന്ത് ചെയ്തത്, 80% അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് സബ്സിഡറിൻ്റെ 80% ഷെയർ ഹോൾഡിങ്സിന് വേണ്ടിയിട്ട് ഞാൻ $40,000 ആണ് എന്ത് ചെയ്തത്, 40,000 മില്യൺ കൂട്ടിക്കോ ആണ് ഞാൻ എന്ത് ചെയ്തത്, പാസ് ചെയ്തതെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ 80% ആണ് പാരന്റെങ്കിൽ ബാക്കി 20% ആരാ, NCI ഉണ്ട്. ബാക്കി 20% NCI ആണ്. NCIക്ക് ഇവർ വെറുതെ ആയിരിക്കുമോ കൊടുത്തത്? അല്ല, NCIയും ഒരു വാല്യൂ കൊടുത്തിട്ടായിരിക്കും എന്ത് ചെയ്തത്, ബാക്കി 20% ഇതിന് മുമ്പ് അക്വയർ ചെയ്തത്. സോ ആ 20% ഇവർ കൊടുത്തിട്ടുള്ള വാല്യൂ നമ്മൾ അസ്യൂം ചെയ്യാണ്. ലെറ്റ്സ് സേ ഒരു $8 ആണ്, സോറി 8 അല്ല, $8,000 ആണ്. സോ $8,000 ആണ് NCIൻ്റെ വാല്യൂ. സോ സിംപ്ലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80%, 18% അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു വാല്യൂ കൊടുത്തു, ബാക്കി 20% അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് NCI ഒരു വാല്യൂ കൊടുത്തു. സോ ഇൻ ടോട്ടൽ ഈ കമ്പനീൻ്റെ 100% അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പാരന്റും പ്ലസ് NCI, അതായത് പാരന്റും NCIയും കൂടി ചേർന്നിട്ട് എത്രയാണ് വാല്യൂ കൊടുത്തതെന്നാണ് നമുക്ക് ഇതിലൂടെ കിട്ടുന്നത്. 80% നമ്മൾ കൊടുത്തു, 20% വാല്യൂ അവരും കൊടുത്തു. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഈ മൊത്തം കമ്പനീനെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രയാണ് കൊടുത്തത് നമുക്ക് വാല്യൂ കിട്ടും. സോ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 14,000 + 8,000 എന്ന് പറയുമ്പോൾ 48,000 ആണ് നമ്മൾ രണ്ടാളും കൂടി കമ്പൈൻ ചെയ്തിട്ട് കൊടുത്തത്. സോ 48,000 ആണ് ഞങ്ങൾ രണ്ടാളും കൂടി ചേർന്നിട്ട് കമ്പൈൻ ചെയ്ത് കൊടുത്തത്. ഇത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കാം. ഇനി ഇത് ഇത്രയും മനസ്സിലാക്കണമൊന്നുമില്ല, 100% അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തമായിട്ട് പാരന്റും NCIയും കൂടി ചേർന്ന് എത്രയാണ് കൊടുത്തത് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയത്. ഓക്കെ, ഇനി നമുക്ക് അറിയാനുള്ളത് വർക്കിംഗ് നോട്ട് നമ്പർ 2ൽ നമ്മൾ കണ്ടെത്തിയ ഒരു കാര്യമാണ് ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസെറ്റ്സ് ഓഫ് സബ്സിഡറി അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. നമ്മൾ അക്വയർ ചെയ്യുന്ന ദിവസത്തിൽ, അതായത് നമ്മൾ അക്വയർ ചെയ്യുന്ന ദിവസത്തിൽ സബ്സിഡറിൻ്റെ നെറ്റ് അസെറ്റ്സിൻ്റെ വാല്യൂ എത്രയായിരുന്നു എന്നുള്ളത്. അതായത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്, നമുക്ക് കിട്ടുന്ന, അതായത് പാരന്റ് കമ്പനിക്ക് സബ്സിഡറിൻ്റെ നെറ്റ് അസെറ്റ്സിലാണ് ഒറിജിനൽ എന്താ പറയുക വെൽത്ത് ഉള്ളത്. അതായത് അവർക്ക് എന്താണ് കിട്ടാൻ പോകുന്നത് വെച്ചാൽ സബ്സിഡറി കമ്പനീൻ്റെ നെറ്റ് അസെറ്റ്സ് ആണ് കിട്ടുക. അതാണ് നമ്മൾ പറഞ്ഞത്, അസറ്റും ലൈബിലിറ്റിയും കാണിക്കും. അസറ്റ് മൈനസ് ലൈബിലിറ്റീസ് ഈക്വൽ ടു ഇക്വിറ്റി ആണല്ലോ. ഈ ഇക്വിറ്റിനാണ് നെറ്റ് അസെറ്റ്സ് എന്ന് പറയുക. ഈ നെറ്റ് അസെറ്റ്സിലാണ് ഒറിജിനൽ ആർക്കുള്ളത്, പാരന്റിന് കിട്ടാൻ പോകുന്നത്. സബ്സിഡറിന് പാരന്റിൽ നിന്നും ഈ നെറ്റ് അസെറ്റ്സ് ആണ് കിട്ടാൻ പോകുന്നത്. ഇത് ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. സോ ഈ നെറ്റ് അസെറ്റ്സ്
അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ എവിടെ കണ്ടെത്തിയിട്ടുണ്ട്? വർക്കിംഗ് നോട്ട് നമ്പർ 2 കണ്ടെത്തിയിട്ടുണ്ട്. നമുക്ക് മേലേക്ക് പോവാം. വർക്കിംഗ് നോട്ട് നമ്പർ 2 നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇവിടെ ഒരു 34,000 നമ്മൾ അക്വയർ ചെയ്യുന്ന ദിവസത്തിൽ സബ്സിഡറി കമ്പനീൻ്റെ നെറ്റ് അസറ്റ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര കണ്ടെത്തിയിട്ടുണ്ട്? 34,000 കണ്ടെത്തിയിട്ടുണ്ട്. സോ 34,000 34,000 ആയിരുന്നു അവരുടെ നെറ്റ് അസറ്റ്സിൻ്റെ വാല്യൂ. സോ അത് നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യും? ഈ വർക്കിംഗ് നോട്ടിലേക്ക് കൊണ്ടുവരും. സോ ഇതാണ് നമ്മൾ നെക്സ്റ്റ് എഴുതാൻ പോകുന്നത്. വർക്കിംഗ് നോട്ട് നമ്പർ 2 നമ്മൾ കണ്ടെത്തിയ ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡറി, ഇവിടെ സബ്സിഡറി എന്നുണ്ട്, സബ്സിഡറി അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. നമ്മൾ അക്വയർ ചെയ്യുന്ന ദിവസത്തിൽ ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ്സ് ഓഫ് സബ്സിഡറി, സബ്സിഡറിൻ്റെ നെറ്റ് അസറ്റ്സിൻ്റെ വാല്യൂ എത്രയായിരുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. അത് നമുക്ക് വർക്കിംഗ് നോട്ട് നമ്പർ 2 കിട്ടി. എത്രയാണ്? 34,000 ആണ്. സോ 34,000 അല്ലേ? നമുക്ക് ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാം. യെസ്, 34,000 ആണ്. സോ 34,000 ആയിരുന്നു അവരുടെ വാല്യൂ. ഇനി നിങ്ങൾ നോക്കുക, 34,000 വാല്യൂ ഉള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് 34,000 വാല്യൂ ഉള്ള ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഇവർ കൊടുത്തത് എത്രയാ? നമ്മൾ 40,000 കൊടുത്തു, അതേപോലെ NC ഇതിന് മുമ്പ് 8,000 കൊടുത്തിട്ട് ടോട്ടൽ 48,000 ആണ് നമ്മൾ കൊടുത്തത്. സോ 34,000 വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്, 48,000 കൊടുത്തിട്ടുണ്ട്. അത് ഇവർ മണ്ടന്മാരായത് കൊണ്ടല്ല, ഇതിനെയാണ് നമ്മൾ ഗുഡ് വില്ല് എന്ന് പറയാം. സോ കമ്പനീൻ്റെ ഒറിജിനൽ വാല്യൂവിനെക്കാട്ടിലും, അതായത് കമ്പനീൻ്റെ 34,000 എന്ന് പറയുന്ന ഒറിജിനൽ വാല്യൂവിനെക്കാട്ടിലും നമ്മൾ എന്താണോ എക്സ്ട്രാ കൊടുത്തത്, ആ എക്സ്ട്രാ കൊടുത്ത പോർഷനാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയാം. സോ എക്സ്ട്രാ കൊടുത്ത പോർഷനാണ് നമ്മൾ ഗുഡ് വിൽ എന്ന് പറയാം. സോ ഈ കേസിൽ 48,000 മൈനസ് 34,000, 48 അതായത് 48,000 മൈനസ് 34,000 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു ആൻസർ കിട്ടും. എത്രയാണ് വരുന്നത്? 14,000. സോ 14,000 ആണ് ഗുഡ് വിൽ അറ്റ് ദ ഡേറ്റ് ഓഫ് അക്വിസിഷൻ. നമ്മൾ അക്വയർ ചെയ്യുന്ന ദിവസത്തിലുള്ള ഗുഡ് വില്ലിൻ്റെ വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടെത്തിയത്. 48,000 മൈനസ് 34 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? $14,000 നമ്മൾ അക്വയർ ചെയ്യുന്ന ഡേറ്റിൽ, അക്വിസിഷൻ ഡേറ്റിലുള്ള ഗുഡ് വില്ലിൻ്റെ ഫിഗറാണ് നമ്മളിവിടെ കണ്ടെത്തിയത്. സോ എന്താണ് ഗുഡ് വിൽ, അതിൻ്റെ തിയറി ആസ്പെക്ട് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാൽക്കുലേഷനാണ് പറഞ്ഞത്. അതിൻ്റെ കാൽക്കുലേഷൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതാണെങ്കിൽ സിംപ്ലി പറഞ്ഞുതരാം. നമ്മൾ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് കൺസിഡറേഷനായിട്ട് എത്ര കൊടുത്തു, പ്ലസ് NCI ബാക്കി പെർസെൻറ്റേജിന് വേണ്ടി എത്ര കൊടുത്തു. ഇനി എപ്പോഴും NCI ഉണ്ടാവുമോ? ചില സിറ്റുവേഷനിൽ ഹോളി ഓൺഡ് സബ്സിഡറിയാണ് NCI എന്ന് പറയുന്ന ഈ ലൈനേ വരില്ല, നമ്മൾ തന്നെ ആയിരിക്കും 100% ഹോൾഡ് ചെയ്യുന്നത്. സോ NCI ഉണ്ടാവില്ല. പക്ഷേ ഈ കേസിൽ NCI ഉണ്ടായിരുന്നു. സോ 80% അക്വയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇത്ര കൊടുത്തു, NCI ബാക്കി 20% വേണ്ടി ഇത്ര കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഞങ്ങൾ രണ്ടാളും കൂടി ചേർന്ന് ഇത്ര വാല്യൂ കൊടുത്തു. ഇനി ഇവരുടെ ഒറിജിനൽ വാല്യൂ, ഇവരുടെ നെറ്റ് അസറ്റ്സ്, ഈ സബ്സിഡറിൻ്റെ നെറ്റ് അസറ്റ്സിൻ്റെ വാല്യൂ ഇത്രയായിരുന്നു ഉള്ളൂ. സോ ആ ഡിഫറൻസ് ഇല്ലേ, ഇവരുടെ വാല്യൂ പ്ലസ് നമ്മൾ കൊടുത്ത വാല്യൂ നമ്മളുടെ ഡിഫറൻസിനാണ് ഗുഡ് വില്ല് എന്ന് പറയുന്നത്. അത് അല്ലാതെ ഇവർ ബൈ മിസ്റ്റേക്ക് എക്സ്ട്രാ കൊടുത്തു പോയതല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതിനെയാണ് നമ്മൾ ഗുഡ് വില്ല് എന്ന് പറയുക. ഈ ഗുഡ് വില്ലിനെ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആയിട്ട് നമ്മൾ കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു സെപ്പറേറ്റ് ഐറ്റം ആയിട്ട്, ഒരു അസറ്റ് ആയിട്ട് എന്ത് ചെയ്യും? റെക്കഗ്നൈസ് ചെയ്യും. അത് നമുക്ക് മൂവിങ് ഫോർവേഡ് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു വീഡിയോയിൽ വർക്കിംഗ് നോട്ട് നമ്പർ 3 ഗുഡ് വിൽ കാൽക്കുലേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വർക്കിംഗ് നോട്ട് നമ്പർ 4 NCI കാൽക്കുലേഷൻ ആണ്. അത് കമ്പയറിംഗ് ടു ഗുഡ് വിൽ കുറച്ചുകൂടി സിമ്പിൾ ആണ്. സോ മൂവ് ടു ദ നെക്സ്റ്റ് വീഡിയോ.